സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ വിധി സ്റ്റേ ചെയ്യാൻ ബാംഗ്ലൂർ സെഷൻസ് കോടതി വിസമ്മതിച്ചു. വിധി സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ട ഉമ്മൻചാണ്ടി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. വിവരങ്ങൾ ബംഗളൂരുവിൽ നിന്നും കുഞ്ഞപ്പൻ നൽകും. കുഞ്ഞപ്പൻ, ഈ ഹർജി നിരസിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോളാർ തട്ടിപ്പ് കേസിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ബാംഗ്ലൂർ സെഷൻ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ആണ് ഇന്നലെ അദ്ദേഹം ഹർജിയിൽ സമർപ്പിച്ചത്. ഇദ്ദേഹം പരാതിക്കാരനായ കുരുവിളയ്ക്ക് 1,60,80,700 രൂപ കൂടാതെ കേസ് ഫയൽ ചെയ്ത ദിവസം മുതൽ റിക്കവറി ആവുന്നവരെയുള്ള കാലാവധി 12% കഴിച്ച കോടതി 4 ലക്ഷം രൂപ ചേർത്ത് പരാതിക്കാരനായ കുരുവിളയ്ക്ക് 3 മാസത്തിനുള്ളിൽ നൽകണമെന്നാണ് കോടതി വിധി. ഈ വിധി സ്റ്റേ ചെയ്യണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജിയാണ് ഇന്ന് പരിഗണനയെടുത്തപ്പോൾ നിരാകരിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2 പ്രാവശ്യം ഈ കേസിന് ആസ്പദമായ സമൻസ് കൈപ്പറ്റിയതായി രേഖകളുണ്ട്. 22/4/16 2016 എക്സ്പാർട്ടി വിധി സെറ്റിസൈഡ് ചെയ്യുന്നതിനായി 23/4/16 ഉമ്മൻചാണ്ടിയുടെ വക്കാലത്ത് സമർപ്പിക്കുകയും അന്നേ ദിവസം തന്നെ തടസ്സവാദം ഉന്നയിക്കുന്നതിന് സമയം ചോദിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഹർജി സമർപ്പിക്കുകയും ചെയ്തതായും കോടതി പറയുന്നു. ഇതിന് സമയം അനുവദിക്കുകയും ചെയ്തു. തുടർന്നുള്ള 3 ഹിയറിംഗ് ഡേറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാൻ വീണ്ടും സമയം ആവശ്യപ്പെട്ടെന്നും കോടതി പറയുന്നു. ഈ സമയത്തൊന്നും ഉമ്മൻചാണ്ടി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല. ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 148 CPC പ്രകാരം വീണ്ടും സമയം ആവശ്യപ്പെടുകയും കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഹിയറിംഗ് ഡേറ്റിന് തടസ്സവാദം ഉന്നയിക്കാൻ വീണ്ടും സമയം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതും അനുവദിച്ചു. ഈ രീതിയിൽ ആണ് അദ്ദേഹത്തിന്റെ ഈ 148 സെക്ഷൻ പ്രകാരമുള്ള സമയം കൊടുത്തു 1 മാസം കഴിഞ്ഞും അദ്ദേഹം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചില്ല. ഈ അവസ്ഥയിലാണ് ഈ കോടതി ഉമ്മൻചാണ്ടി 2ാമത്തെ പ്രാവശ്യം എക്സ്പാർട്ടിയായി കേസ് മുന്നോട്ട് പോയത്. ഇതാണ് സത്യസന്ധത. ഈ കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ കോടതിയിൽ ജഡ്ജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശരി, കുഞ്ഞപ്പനാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറംലോകം അറിഞ്ഞ കൂട്ടബലാത്സംഗ കേസിൽ ഇരയുടെ വെളിപ്പെടുത്തൽ. പീഡിപ്പിച്ചവർ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PN ജയന്തൻ ഉൾപ്പെടെ 4 പേർ. പരാതി നൽകാനെത്തിയ തന്നോട് പോലീസ് വളരെ മോശമായി പെരുമാറി. മൊഴിമാറ്റി പറയാനും പരാതി പിൻവലിക്കാനുമായി തന്നെ ഭീഷണിപ്പെടുത്തി. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും വീട്ടമ്മ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ യുവതിയോടൊപ്പം ഭർത്താവും പങ്കെടുത്തു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. തുടർന്ന് ഭാഗ്യലക്ഷ്മിക്കൊപ്പം പീഡനത്തിനിരയായ യുവതി ഭർത്താവിന്റെ കൂടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ എത്തി വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഭർത്താവിന്റെ സുഹൃത്തുക്കളായ വടക്കാഞ്ചേരി CPIM കൌൺസിലർ PN ജയന്തൻ, സഹോദരൻ ബിനീഷ്, ജിനേഷ്, ഷിബു എന്നിവരാണ് പീഡിപ്പിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി. കൌൺസിലറാണ് വടക്കാഞ്ചേരിയിലെ, പേര് ജയന്തൻ, ബിനീഷ്, ജനീഷ്, ഷിബു. എന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് പേരാമംഗലം CIയുടെയും SIയുടെയും ഭാഗത്തു നിന്നുണ്ടായ വേട്ടയാടലായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഞാൻ അന്ന് ഇതായതിനെക്കാട്ടി മാനസികമായിട്ട് അവരെന്നെ പോണവരൊക്കെ വിലയിരുത്തിയിട്ട് അസഭ്യമായ അതെനിക്ക് 2014 സംഭവമുണ്ടായത്. എന്നാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ ഭർത്താവിനോട് പോലും ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് ഭർത്താവ് നിർബന്ധിച്ചതുമൂലവും ജീവിക്കാൻ പോലും അനുവദിക്കാത്തത് കാരണവുമാണ് 2016 ഓഗസ്റ്റ് 14 പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. പോലീസിന്റെ മാനസിക പീഡനവും പ്രതികളുടെ ഭീഷണിയെ തുടർന്നുമാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി മാറ്റിയതെന്നും കേസ് പിൻവലിച്ചതെന്നും ഭർത്താവും യുവതിയും കൂട്ടിച്ചേർത്തു. ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഒരിടത്ത് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ്. അസഭ്യ വർത്താനം, എന്റെ മുമ്പിൽ വെച്ച് വർത്താനം എനിക്ക് മാനസികമായി തന്നെ ഞാൻ തകർന്നു പോയത്. പിന്നെ കേസിൽ നിന്ന് പിന്മാറണോന്നുള്ള ഇത് തന്നെയായിരുന്നു അവർക്ക്. പിന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു വന്നു. മൊഴി മാറണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വിട്ടത്. മാധ്യമങ്ങളെ കാണുമെന്നറിഞ്ഞപ്പോഴും പ്രതികൾ ഭീഷണിപ്പെടുത്തി. 3 മാസമായി തൃശൂരിൽ പോയിട്ട്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവരുമായി ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ് മുഖം മറച്ച് വാർത്താസമ്മേളനത്തിനെത്തിയതെന്നും യുവതിയും ഭർത്താവും പറഞ്ഞു. DGPക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും നീതി ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും യുവതി കൂട്ടിച്ചേർത്തു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. യുവതി ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുന്നുവെന്നും DGP വ്യക്തമാക്കി. ഞങ്ങൾ അത് ശരിക്ക് നിയമപരമായിട്ട് നോക്കിക്കൊള്ളാം. കാര്യം ഈ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാൻ ഇപ്പോൾ പറയാനും പോകുന്നില്ല. ഞാൻ ആക്ച്വലി വന്നിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ശരിക്കും നേരെ നോക്കിയിട്ട് എന്താ ആവശ്യമാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം. യു ക്യാൻ ട്രസ്റ്റ് അസ്. വിശ്വസിക്കണം. വി വിൽ ഡു എ വെരി ഗുഡ് ജോബ്. അതിൽ ഇപ്പോൾ അങ്ങനെ ഇവിടെ പോലീസ് ഹെഡ് ക്വാർട്ടറിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് ഹെഡ് ക്വാർട്ടറിൽ സംരക്ഷണം കൊടുത്തിട്ടില്ല, വേറെ എവിടെയെങ്കിലും കൊടുക്കും. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPIM നേതാവ് PN ജയന്തൻ പ്രതികരിച്ചു. 15 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിലുള്ള പ്രതികാരമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ജയന്തൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാശ് പലപ്പോഴായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അപ്പോൾ ഈ പണം അവർ തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പൈസ തരണം, തന്നില്ലെങ്കിൽ ഞാൻ മേടിക്കും എന്നൊരു ലേശം ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുത്ത പണം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചതാണ് ഇപ്പോൾ ഞാൻ ചെയ്തൊരു കുറ്റം. അപ്പോൾ ഇത് കള്ളമാണ്, അടിസ്ഥാനമില്ലാത്തൊരു ആരോപണമാണ്. നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളതല്ല. ഇവർക്കെതിരെ കേസ് ഉണ്ടാവും എന്ന് കണ്ടപ്പോഴാണ് ഇവർ 164 മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളും മറ്റു കോടതിയും ഒക്കെ ഞാനൊരു കേവലം ഒരു മെമ്പർ, ഒരു കൗൺസിലറാണ്. ഈ എന്റെ സ്വാധീന വലയത്തിലാണെന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പോലെയുള്ള ഒരു സ്ത്രീ തെറ്റിദ്ധരിച്ചത് വളരെ മോശമായി പോയി. മാനനഷ്ട കേസ് കൊടുക്കാനാണ് എന്റെ തീരുമാനം. ഞാനത് ഇന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യണം. പാലക്കാട് സ്വദേശിനിയായ 18-കാരിയെ കൊല്ലത്ത് കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയെന്ന് യുവതി തന്നെ പോലീസിന് മൊഴി നൽകി. ഡിഗ്രി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കാമുകനാണ് പ്രതികാരം തീർക്കാൻ മറ്റുള്ളവർക്ക് കാഴ്ചവച്ചതെന്നും മാനഭംഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ യുവതിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ കൊല്ലം ഷാഡോ പോലീസാണ് പാലക്കാട് പോലീസിന് കൈമാറിയത്. തുടർന്ന് പാലക്കാട്ടെത്തിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് തന്നെ മാനഭംഗപ്പെടുത്തിയെന്ന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരം: പാലക്കാട് സ്വദേശിയായ 18-കാരി പെൺകുട്ടി അയൽവാസിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഇതിനിടയിൽ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയോട് കാമുകൻ പിണങ്ങി. പ്രണയത്തിന്റെ പേരിൽ യുവാവിനെ പെൺകുട്ടിയുടെ വീട്ടുകാർ മർദ്ദിച്ചതായും പറയുന്നു. പ്രതികാര ബുദ്ധിയോടെ യുവാവ് വീണ്ടും പെൺകുട്ടിയുമായി അടുത്തു. തുടർന്ന് കാമുകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച പെൺകുട്ടി കൊല്ലത്ത് വന്നു. എന്നാൽ കാമുകൻ എത്തിയില്ല. തുടർന്ന് കാമുകന്റെ സുഹൃത്തായ ഒരു യുവതി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് പെൺകുട്ടി കൂട്ടമാനഭംഗത്തിന് ഇരയായത്. അന്ന് കാമുകനും സ്ഥലത്തുണ്ടായിരുന്നു. പരിചയമില്ലാത്തവരാണ് തന്നെ മാനഭംഗപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കായലിന്റെ തീരത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് തന്നെ പാർപ്പിച്ചിരുന്നതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ കാണാതായതായി വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പെൺകുട്ടിയെ കൊല്ലത്ത് കണ്ടെത്തുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരാൾ ഒറ്റയ്ക്കും കൂട്ടമായും പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴിമാറ്റം പോലീസിനെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ത്വരിത പരിശോധനയുടെ ഭാഗമായാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങൾ ഷീജ നൽകും തിരുവനന്തപുരത്തു നിന്നും. ഷീജ, ഏത് രീതിയിലാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത്? മനു, വിജിലൻസ് SP രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഏതായാലും KM എബ്രഹാമിന്റെ മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അതിന്റെ ത്വരിത പരിശോധനയുടെ ഭാഗമായുള്ള മൊഴിയെടുക്കലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ KM എബ്രഹാമിന്റെ ഓഫീസിലെത്തിയാണ് വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും KM എബ്രഹാം സമർപ്പിച്ചിട്ടുള്ള തന്റെ സ്വത്ത് വിവരത്തിൽ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രധാനമായും KM എബ്രഹാമിന് ബോംബെയിലും തിരുവനന്തപുരത്തും ഓരോ ഫ്ളാറ്റുകൾ വീതവും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സുമുണ്ട്. ഇതിന്റെ നടത്തിപ്പിനായി ലോൺ എടുത്താണ് ഇത് നടപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം സ്വത്ത് വിവര കണക്കിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ലോൺ തുക അടഞ്ഞു കഴിഞ്ഞാൽ ശമ്പളത്തിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതാണ് വൈരുദ്ധ്യമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരമുള്ള വിവരങ്ങളാണ് വിജിലൻസ് സംഘം പ്രധാനമായും ശേഖരിക്കുന്നത്. ഏതായാലും ഇതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിലായി പരിശോധനകളും ഊർജിതപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക്. GST അടിസ്ഥാനത്തിൽ രാജ്യത്തെ നികുതി നിരക്കുകൾ നിശ്ചയിച്ചു. ഏറ്റവും ഉയർന്ന നികുതി 28% നിജപ്പെടുത്തി. ഏറ്റവും കുറവ് 5%. ഭക്ഷ്യവസ്തുക്കൾക്ക് നികുതി ഈടാക്കേണ്ടെന്നും ദില്ലിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ആഡംബര കാറുകൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും 40% വരെ നികുതി ഏർപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യവും GST കൗൺസിൽ അംഗീകരിച്ചു. GST ബിൽ പാർലമെന്റ് പാസാക്കിയതിനു ശേഷമുള്ള നിർണായക തീരുമാനമാണ് നികുതി നിശ്ചയിക്കലിലൂടെ കേന്ദ്ര സംസ്ഥാന ധനമന്ത്രിമാർ കൈക്കൊണ്ടത്. വിവിധ സ്ലാബുകളിലായി 4 നികുതി നിരക്കുകൾ GST അടിസ്ഥാനത്തിൽ ഇനി രാജ്യത്ത് നിലവിൽ വരും. സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യവസ്തുക്കൾക്കും ഏറ്റവും കുറഞ്ഞ നികുതി നിരക്ക് 5%. ഏറ്റവും ഉയർന്ന നികുതി 28% നിശ്ചയിച്ചു. സ്റ്റാൻഡേർഡ് നികുതി നിരക്ക് ഇനി 2 എണ്ണമായിരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ചൂണ്ടിക്കാട്ടി. 12ഉം 18%. ഭക്ഷ്യവസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി. The fact that there are 2 standard rates, there'll be a lot of items in the 12% category. Otherwise, the anticipation was if there is only one standard rate, then everything will go up to 18. That's not the case. And the lower rate, we are keeping it as 5%. ആഡംബര കാറുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പരമാവധി നികുതി 40% കേരളം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഇത് GST കൗൺസിൽ അംഗീകരിച്ചു. ഇത് പ്രകാരം ഇനി ആഡംബര കാറുകൾക്കും പാൻ മസാല അടക്കമുള്ളവയ്ക്കും 40% GST നികുതി. സ്വർണത്തിന്റെ നികുതി പിന്നീട് തീരുമാനിക്കും. 50,000 കോടി രൂപ ആദ്യ വർഷം GSTയിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം സ്ഫോടന സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ച രേഖയുടെ ഉള്ളടക്കം പീപ്പിളിന്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളോടുള്ള പ്രതിഷേധമെന്ന് പരാമർശം. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനം, ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിനോടുള്ള പ്രതിഷേധം. മലപ്പുറം സ്ഫോടനം ജമ്മു കാശ്മീരിൽ നിരപരാധികളെ കൊന്നതിലുള്ള പ്രതിഷേധമെന്നും രേഖയിൽ പറയുന്നു. പ്രധാനമന്ത്രിയടക്കം 40 പേർക്ക് രേഖയിൽ വധഭീഷണിയുണ്ട്. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ സംഭവത്തിനുള്ള പ്രതികാരവും മുന്നറിയിപ്പുമെന്ന നിലയിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കളക്ടറേറ്റിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് കാരണമെന്നും മലപ്പുറത്തേത് ധാദ്രി ജമ്മു കാശ്മീർ ന്യൂനപക്ഷ വേട്ടകളും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണെന്നും പെൻഡ്രൈവിലെ രേഖകളിൽ പറയുന്നു. തെലങ്കാനയിൽ 7 തീവ്രവാദികളെ പോലീസ് വെടിവെച്ചു കൊന്നതിനാണ് ഏപ്രിൽ 7 ചിറ്റൂർ സ്ഫോടനം. യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു 2015 ജൂലൈ 30 മൈസൂർ സ്ഫോടനം. ആന്ധ്ര നെല്ലൂർ കോടതിയിലെ സ്ഫോടനം മുഹമ്മദ് ഇത്ലാഖിനെ ബീഫ് കഴിച്ചുവെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയതിനാണെന്നും അല്ലുമ്മയിൽ നിന്ന് വേർപെട്ടുപോയ ബേസ് മൂവ്മെന്റ് എന്ന പേരിൽ തയ്യാറാക്കിയ മുന്നറിയിപ്പ് കത്തിൽ അവകാശപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുതിർന്ന BJP നേതാക്കന്മാർക്കും ശിവസേന നേതാക്കന്മാർക്കും കത്തിലൂടെ വധഭീഷണിയുണ്ട്. കൂടാതെ രാഷ്ട്രപതി ഭവൻ, തിരുവനന്തപുരത്തെ സദേൺ എയർ കമാൻഡന്റ്, കരസേനയുടെ വിവിധ സ്ഥാപനങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രയേൽ രാജ്യങ്ങൾ എംബസികൾ എന്നിവ തകർക്കുമെന്നും പെൻഡ്രൈവിലെ കത്തിൽ ബേസ് മൂവ്മെന്റ് ഭീഷണി മുഴക്കുന്നു. NIA, റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങൾ അന്വേഷിക്കുന്ന പോലീസിനും ഭീഷണി അവകാശ സന്ദേശങ്ങൾ കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. അതേസമയം പെൻഡ്രൈവിലെ ഉള്ളടക്കം ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് കോപ്പി ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമം കേരളത്തിലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ സൈബർ വിദഗ്ധർ തുടങ്ങി. രാജ്യത്ത് അല്ലുമ്മയുടെ സ്ലീപ്പർ സെൽ സജീവമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറം കളക്ടറേറ്റിൽ സ്ഫോടന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇന്റലിജൻസ് ADGP കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായതോടെ അന്വേഷണത്തിനും വേഗത കൂടി. രാവിലെ 10 മണിയോടെയാണ് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ കളക്ടറേറ്റിലെത്തിയത്. അന്വേഷണ ചുമതലയുള്ളവരുമായി കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച നടത്തി. സ്ഫോടന സ്ഥലവും ADGP സന്ദർശിച്ചു. കേന്ദ്ര ഏജൻസികളുടെ പ്രാഥമിക വിവരശേഖരണവും പരിശോധനയും പൂർത്തിയായതോടെ അന്വേഷണം വേഗത്തിലായി. ബോംബ് സ്ഥാപിക്കാനും ടൈമർ പ്രവർത്തിപ്പിക്കാനും ഒരാൾ മാത്രമാണ് മലപ്പുറത്തെത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതി കലക്ടറേറ്റ് പരിസരത്തു നിന്നു തന്നെ റിമോട്ട് ഉപയോഗിച്ച് ടൈമർ പ്രവർത്തിപ്പിച്ചുവെന്നതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും റോഡിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. അതോടൊപ്പം മലപ്പുറം കലക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജന്തർ-മന്ദിറിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. വിവരങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, ഇന്നലെ 2 തവണ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ ഉയർന്നത് വിമുക്ത ഭടന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണോ രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത്? സന്തോഷ്, കേൾക്കാമോ? ഇന്നലെ 2 തവണ രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് അല്പസമയം മുമ്പ് ദില്ലിയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണോ?
മനു, ഡൽഹി ജന്തർ മന്ദിറിൽ നിന്നും അമർ ജവാൻ ജ്യോതിയിലേക്കാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആലോചിച്ചിരുന്നത്. എന്നാൽ ജന്തർ മന്ദിറിൽ നിന്നും മാർച്ച് തുടങ്ങി അല്പസമയത്തിനകം തന്നെ പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആദ്യം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാലാണ് രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏതായാലും വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 22 ദിവസത്തിനിടെ 3-ാം തവണയാണ് രാഹുൽ ഗാന്ധിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ ബന്ധുക്കളെ കാണാൻ ശ്രമിച്ചതിന് 2 തവണ രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് രാവിലെ ഹരിയാനയിൽ ഈ ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരം ദില്ലിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ പ്രതിഷേധ നടക്കുന്ന സ്ഥലത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി. ഏതായാലും സുരക്ഷാ കാരണങ്ങളാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ദില്ലിയിൽ നടക്കുന്നത്. ദില്ലി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലും ജന്തർ മന്ദിറിലും എല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനു, ശരി, സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ ഒപ്പം തന്നെ സന്തോഷ്, വലിയ പ്രതിഷേധമാണ് ദില്ലിയിൽ ഉണ്ടായിക്കൊണ്ട്. ഇപ്പോൾ ഈ പ്രതിഷേധം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് സന്തോഷ്? മനു, ഈ പ്രതിഷേധത്തിന് എത്തിയവർ നേരത്തെ തന്നെ പിരിഞ്ഞുപോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്ന് പിരിഞ്ഞുപോയ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോയിരിക്കുന്ന തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലേക്കും പ്രവർത്തകർ കൂട്ടമായി നീങ്ങുകയാണ്. പോലീസ് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചെറിയ രീതിയിലുള്ള സംഘർഷവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിന്റെ അജയ് മാക്കനാണ് ഈ കാര്യം ഔദ്യോഗികമായി ട്വിറ്ററിലൂടെ രാഹുൽ ഗാന്ധി കസ്റ്റഡിയിലാണ് എന്നുള്ള വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് എത്താൻ തുടങ്ങിയത്. ഏതായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രതിഷേധം തുടരുകയാണ്. മനു, ശരി, സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. ദില്ലിയിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനെത്തിയപ്പോഴാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1 റാങ്ക് 1 പെൻഷനിൽ വിമുക്ത ഭടൻ ആത്മഹത്യ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പ്രതിഷേധങ്ങളിൽ രാഹുലിനെ 2 തവണ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു.